എല്ലാവർക്കും യൂണിക് മാസ്റ്റർ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും ടീച്ചർമാർക്ക് യൂണിറ്റ് ടെസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് യൂണിറ്റ് ടെസ്റ്റൊക്കെ ഇട്ട് തരാറുണ്ട് വാട്സപ്പ് വഴി. അപ്പോൾ ഒരു കുറച്ച് കുറച്ച് ഓപ്ഷൻസൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്. നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു വെബ് പേജിലേക്ക് പോയിട്ട് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ അത് ടീച്ചർമാർക്കൊക്കെ അറിയില്ലാത്ത ടീച്ചർമാർക്ക് ഇതുവരെ കുറച്ച് ടീച്ചർമാർക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ അറിയില്ലാത്ത ടീച്ചർമാരുണ്ടാകും. പക്ഷേ അതെങ്ങനെയാണ് ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് പോകുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്കിവിടെ കാണുന്ന ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യാം. ഫോംസ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഫോംസ് ആപ്പ് എന്നാണ് പേര്. ശേഷം നമ്മളിവിടെ കാണുന്ന ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇത് ചോദിക്കും, പെർമിഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു അക്കൗണ്ട് കൊടുത്തു. ശേഷം ഇവിടെ ക്യൂസ് ആണോ ഫോംസ് ആണോ എന്ന് ചോദിച്ചു. ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം കോണ്ടാക്ട് ഫ്രം, കസ്റ്റമർ ഫീഡ്ബാക്ക് ഫോം, കസ്റ്റമർ അങ്ങനെ കുറേ ഫോംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാണിക്കുന്നുണ്ട്. ക്യൂസ് ആണോ നമുക്കിവിടെ കാണാം അഗ്രികൾച്ചർ ട്രെയിൽ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉള്ള ഒരു ഇത് കാണിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ രീതിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ക്രിയേറ്റ് ബ്ലാങ്ക് ക്വസ്റ്റ്യൻ അത് ക്ലിക്ക് ചെയ്തു. നമുക്കിപ്പോൾ എന്തെന്നാണ് ടൈറ്റിൽ വേണ്ടത് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തു. ശേഷം ഇവിടെ കാണുന്ന ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇംഗ്ലീഷ് എക്സാം. നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ കാണുന്ന ശേഷം എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുത്തു. ശേഷം ആഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാം മൾട്ടിപ്പിൾ ചോയ്സ് ആണോ എന്ന് ചോദിച്ചു. ഷോർട്ട് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തു. ശേഷം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വേണമെന്ന് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഓപ്ഷൻസ് ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. പല ഇങ്ങനെ ചെയ്ത് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്ന ആഡ്ബറ്ററിൽ പോയി ജസ്റ്റ് എക്സിറ്റ് ആവുകയാണ്. ഡ്രാഫ്റ്റിലേക്ക് സേവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കാണാം. ഇപ്പോൾ അഗ്രികൾച്ചർ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തു. അത് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ കാണുന്ന ഏറ്റവും അടിയിലായിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ കാണാം. കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്ത് കൊടുത്തിട്ട് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. നമുക്ക് കണ്ട് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സാപ്പിലേക്കാണോ എന്തിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് എൻ്റെ ചാനലിൽ നിന്ന് ലഭിക്കണം. നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ തൊട്ടടുത്ത് വന്നു, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. സൈനിങ് ഔട്ട്.